നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതിലെ പഞ്ചതന്ത്രത്തിലെ കഥകൾ പറയുകയാണ്. മിത്രഭേദം എന്ന ആ തന്ത്രം കിട്ടുന്നതിന് വേണ്ടി തൻ്റെ രാജകുമാരന്മാർക്ക് മഹാഗുരു സോമശർമാവ് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂചിമുഖി എന്ന പക്ഷിക്ക് പറ്റിയ ആപത്തിനെ പറ്റിയാണ്. ഇന്ന് അത് കഴിഞ്ഞപ്പോൾ ദമനകൻ അത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കണില്ല. ദമനകൻ്റെ ഒരു കുതന്ത്രപ്പണികളൊക്കെ കരടകം മനസ്സിലാക്കുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നീ അത്ര ഉത്തമനൊന്നും അല്ല എന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കണില്ല. എന്നിട്ട് അതിന് ഇതായിട്ട് ഒന്നുകൂടി വിശ്വാസം വരാൻ വേണ്ടി മറ്റൊരു കഥകൾ പറയാം. എടാ, ഞാൻ ദുഷ്ടബുദ്ധിയുടെയും ധർമ്മബുദ്ധിയുടെയും കഥ പറഞ്ഞുതരാം നിനക്ക്, ആ കഥ നീ കേൾക്കാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു പട്ടണം അവിടെ അടുത്ത് മാറിയിട്ട് വേറെ ദൂരെ മാറിയിട്ട് ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ കൂടുതൽ പേരും താമസിക്കുന്നവർ ചെട്ടികളാണ്. ചെട്ടികളെന്ന് പറഞ്ഞാൽ ഈ എണ്ണ ആട്ടുന്നവർ, പിന്നെ അവർ വ്യാപാരം നടത്തും. ദൂരെ പോയി വസ്ത്രം കൊണ്ടുവന്ന് ഇവിടെയൊക്കെ വിറ്റഴിച്ച് അങ്ങനെയൊക്കെ വ്യാപാരം ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ദുഷ്ടബുദ്ധിയും ധർമ്മബുദ്ധിയും പറഞ്ഞാൽ നമുക്ക് പോയി കുറച്ച് കാശുണ്ടാക്കാൻ നോക്കാം, വല്ല നാട്ടിലും പോയി കച്ചവടം ചെയ്തിട്ട് കാശ് കുറച്ചുണ്ടാക്കണം, നീ വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി പോകാനായിട്ട് തീരുമാനമായതിൻ്റെ തലേ ദിവസമായിട്ട് അവരുടെ വീട്, അവർ സാധാരണയായിട്ട് ഒരു റോഡ് മുറിച്ച് കടന്നിങ്ങനെ പോകുന്നിടത്തൊരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്തിലൂടെ പോകണം. അതിൻ്റെ അടുത്തായിട്ട് അരികിലായിട്ടൊരു വലിയ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മരം പെട്ടെന്ന് അങ്ങോട്ട് മരം പെട്ടെന്ന് കാറ്റത്ത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റി ഇങ്ങനെ കടങ്ങനെ പറഞ്ഞ് മൈതാനത്തേക്ക് വീഴുക ചെയ്ത്. കട പറഞ്ഞിട്ട് പിന്നെ അവിടെ കീഴേ നോക്കിയപ്പോൾ അവിടെ വലിയ ഒരു ചെമ്പ് കുടം. അപ്പോൾ ഇവർ 2 പേരും കൂടി വളരെ വിഷമിച്ച് ആ മരത്തിൻ്റെ അടിയിൽ നിന്നുള്ള മരം പഴുത് പിഴഞ്ഞ് വീണപ്പോൾ പറഞ്ഞു പോയപ്പോഴുണ്ടായ കുഴിയിൽ നിന്ന് ഈ കുടം വലിച്ച് പുറത്തെടുത്തു. തുറന്നു നോക്കിയപ്പോഴെന്താ, പണ്ടെങ്ങാണ്ട് ആരാണ്ട് കുഴിച്ചിട്ടേക്കുന്നതാണെന്നാണ് തോന്നുന്നത്. മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ ആദ്യം ഒരാലോചിച്ചു, നമ്മളിനിപ്പോൾ എന്തിനാ കച്ചവടമൊക്കെ ചെയ്ത് കാശുണ്ടാക്കണേ, ഇച്ചൊക്കെ ധനം മുഴുവൻ നമ്മുടെ അല്ലേ, നമുക്ക് കിട്ടിയതല്ല. അല്ല, അത് നമുക്ക് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചത് പോവാം, എന്നിട്ട് നമ്മൾ പണിയെടുത്ത് കാശുണ്ടാക്കാം. ഇതിപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കൊണ്ടിങ്ങനെ പട്ടണത്തിലേക്കൊക്കെ പോകണത് ബുദ്ധിമുട്ടാണ്, പലരും തട്ടിപ്പറിച്ച് കൊടുത്താലോ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ വന്നാലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അവരെന്ത് ചെയ്തു, വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേറെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് ഈ ചെമ്പ് കുടം അങ്ങോട്ട് ഇറക്കി വെച്ച് മണ്ണൊക്കെ ഇട്ട് മൂട്ടി. അവർ 2 പേരും മാത്രമേ അറിഞ്ഞുള്ളൂ. ദുഷ്ടബുദ്ധിക്കും അറിയാം, ധർമ്മബുദ്ധിക്കും അറിയാം. ഇങ്ങനെ ഒരു നിധികുംഭം കിട്ടിയിട്ടുണ്ട്. ആ നിധികുംഭം വാസ്തവത്തിൽ കിട്ടിയത് ധർമ്മബുദ്ധിക്കാണ്. എടുക്കാനായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റാളും കൂടി പറഞ്ഞു. അപ്പോൾ ആളും കൂടി വന്ന് സഹായിച്ചു. അങ്ങനെയാണ് ഉണ്ടായിരിക്കണം. എന്തായാലും അവർ നിധികുംഭം കുഴിച്ചിട്ടിട്ട് കച്ചവടത്തിന് പോയി. കച്ചവടത്തിന് അങ്ങനെ പല സ്ഥലത്തും പോയി. ഒരാൾ എണ്ണ വെക്കാൻ തുടങ്ങി, ഒരാൾ പട്ടുവസ്ത്രങ്ങളൊക്കെ വിൽക്കാനായിട്ട്. 2 ആളും 2 വഴി തിരിഞ്ഞു. 2 വഴി തിരിഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദുഷ്ടബുദ്ധി എന്ത് ചെയ്തു, തിരിച്ചു പോകുന്നു. തിരിച്ചു വന്നിട്ട് ഈ നിധികുംഭം കുഴിച്ചിട്ടെടുത്തുനിന്ന് അതെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അയാൾക്ക് അറിയാവുന്ന വേറെ ഒരു സ്ഥലത്ത് അയാളുടെ പറമ്പിനകത്ത് കുഴിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോയി. നേരസ്ഥരായിട്ട് പിന്നെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ 2 പേരും പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ ആ സമയത്ത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എന്തുണ്ടായി, നമുക്കിനി നമ്മുടെ നിധികുംഭം എടുക്കാം എന്ന് പറഞ്ഞ് 2 പേരും നിധികുംഭം എടുക്കാനായിട്ട് പോയി. അപ്പോൾ നിധികുംഭം എടുക്കാനായിട്ട് കുഴിച്ചിട്ടെടുത്ത് ചെന്ന് മണ്ണൊക്കെ മാന്തി സ്ഥലം നോക്കിയപ്പോൾ എന്താ, നിധികുംഭം അവിടെ കാണാനില്ല. ഉടനെ ദുഷ്ടബുദ്ധി പറഞ്ഞു, ഏട്ടാ എന്നെ കാട്ടി പറഞ്ഞയച്ചിട്ട് നീ ഇവിടെ വന്ന് നിധികുംഭം എടുത്ത് മാറ്റിയല്ലേ. അയ്യോ, ഞാനോ? അപ്പോൾ ധർമ്മബുദ്ധി എന്ന് പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, നീയാവും നിധികുംഭം എടുത്ത് മാറ്റിയത്, നിൻ്റെ കയ്യിലുണ്ടാവും, നീ കളിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നിധികുംഭം പങ്കിട്ടെടുക്കുക എന്ന് പറഞ്ഞു. എന്ത് ചെയ്താ? എന്നിട്ട് ഇവർ 2 പേരും എന്ത് ചെയ്തു, രാജാവിൻ്റെ
ആ ധർമ്മബുദ്ധി അത് സംബന്ധിച്ച് അങ്ങനെ സ്ഥലത്തൊക്കെ എത്തി നോക്കി അവർക്ക് ഇത് കിട്ടാതായി വന്നപ്പോൾ രാജാവിനോട് ചെന്ന് സങ്കടം പറഞ്ഞു. ധർമ്മബുദ്ധി, ഞങ്ങൾ രണ്ടുപേരും കൂടി കുഴിച്ചിട്ടതാണ്, ഇത് തിരിച്ച് വന്ന് നോക്കുമ്പോൾ കാണാനില്ല, ഞങ്ങളുടെ നിധിയൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങതൊന്ന് തെളിയിച്ചും നിധികുംഭം കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആരും കാണാതെ വൃക്ഷത്തിൻ്റെ പൊത്തിലിരുന്ന് ദ്രവ്യം മോഷ്ടിച്ച് ധർമ്മബുദ്ധിയാണെന്ന് പറയണം. വേഗം ഈ ദുഷ്ടബുദ്ധി വേഗം അച്ഛൻ്റെ അടുത്ത് ചെന്നു, അവരുടെ അച്ഛൻ്റെ അടുത്ത്. അച്ഛനോട് എന്നിട്ട് സ്വകാര്യം പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, എനിക്കിതുപോലെ നിധികുംഭം കിട്ടി, ഞങ്ങൾ രണ്ടുപേരും പോയിക്കാറുന്നല്ലോ, അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വന്നത് എടുത്തു വെച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ ഞങ്ങൾ രാജാവിൻ്റെ അടുത്ത് ഇപ്പോൾ ധർമ്മബുദ്ധി കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ രാജാവ് നമ്മളെ വിളിപ്പിക്കും, അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഒരു കാര്യം ചെയ്യണം കേട്ടോ അച്ഛാ, കാര്യം നിധികുംഭം ഞാനടുത്ത് മാറ്റി കൊണ്ടുപോയിക്കണേ, പക്ഷെ എന്നാലും അച്ഛൻ പറയണം നിധികുംഭം കൊണ്ടുപോയത് ധർമ്മബുദ്ധിയാണെന്ന്, അല്ലാതെ കണ്ട് ശരിയാവില്ല, എനിക്കിപ്പോൾ നിധിയില്ലാതെ കണ്ട് ജീവിക്കാനൊക്കെ വിഷമം എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ അച്ഛൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ വലിയൊരു വമ്പിച്ച നിധി മുഴുവൻ നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന് കൊടുക്കണ്ട, ദുഷ്ടബുദ്ധിക്ക് കൊടുക്കുക, അല്ല ധർമ്മബുദ്ധി ആണ്. ധർമ്മബുദ്ധിയോട് ദുഷ്ടബുദ്ധിയാണ് അച്ഛനോട് പറയണത്. അവന് കൊടുക്കാൻ പറ്റ വേണ്ട, രണ്ടാമത്തവനാണ് ധർമ്മബുദ്ധി, അവന് കൊടുക്കാൻ പറ്റ വേണ്ട, നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകും. അതുകൊണ്ട് അച്ഛൻ രാജാവിൻ്റെ അന്വേഷണം വരുമ്പോൾ പറയണം, നിധികുംഭം എടുത്തത് ധർമ്മബുദ്ധിയാണെന്ന് പറയണം, യഥാർത്ഥത്തിലെടുത്തത് ദുഷ്ടബുദ്ധിയാണ്. അത് കഴിഞ്ഞപ്പോൾ അയ്യോ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യാൻ ഞാനും നീയും നശിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഉപായം നോക്കാം, ചിന്തിക്കുവാൻ അപായം കൂടി ചിന്തിക്കണം. നമ്മളിപ്പോൾ ഒരു ഉപായം കണ്ടെത്തി പിടിച്ചവനാണെന്ന് പറയാനായിട്ട്, പക്ഷെ അത് കള്ളത്തരമാണ്. അങ്ങനെ കള്ളത്തരം പറയുമ്പോൾ നിൽക്കാനുള്ളൊരു വഴി കൂടി നീ കണ്ടെത്തി പിടിക്കണം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്നറിയാമോ? ഭഗത്തിൻ്റെ മുട്ടകൾ തിന്നുന്ന സർപ്പത്തെയും ഭഗത്തിൻ്റെ കീരി ഭഗത്തിൻ്റെ കീരി കൊന്നു തിന്ന അനുഭവമാണ് ഉണ്ടാവുക. സർപ്പത്തെയും ഭഗത്തെയും കീരി കൊന്നു തിന്നും. അപ്പോൾ അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ഈ കഥ ദുഷ്ടബുദ്ധിയാണ് സ്വർണ്ണമെടുത്തതെങ്കിലും ധർമ്മബുദ്ധിയാണെന്ന് വരുത്തി തീർക്ക വിധത്തിൽ കഥയൊക്കെ മെനഞ്ഞ് പറയണമെന്ന് അച്ഛനോടും മറ്റു സഹോദരനോടും പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ദുഷ്ടബുദ്ധി വീണ്ടും കഥ മാറി നിന്നു. അപ്പോഴേക്കും ധർമ്മബുദ്ധി വന്നു. ധർമ്മബുദ്ധി കഥയൊക്കെ ആയിക്കണം ഇന്ന പോലെ അന്വേഷിക്കാൻ പോകാമെന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് മാറി. അങ്ങനെയാണ് ഈ കഥയുടെ ആദ്യത്തെ ഭാഗം. അതായത് ധർമ്മബുദ്ധിയും ദുഷ്ടബുദ്ധിയും ഈ നിധികുംഭം തേടി നടക്കാനായിട്ട് ശ്രമിക്കുന്ന കഥയാണ് ഈ കഥ. അവർ തമ്മിലുള്ളൊരു യുദ്ധം. അപ്പോൾ ഈ കഥ കഴിഞ്ഞു, ഇന്നിവിടെ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കഥ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഥ ശ്രദ്ധിക്കണം. പല പ്രാവശ്യം വായിച്ചാലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. പേരുകളൊക്കെ അല്ലെങ്കിൽ മറന്നു പോകും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. നമ്മുടെ ചാനൽ, ഈ ചാനൽ എന്താണ് നമ്മുടെ ചാനലിൻ്റെ പേര്? കഥകളതിസാഗരം. എല്ലാവർക്കും നന്ദി.